ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചന്തേരി സിൽക്ക്, ആപ്ലിക് വർക്ക്, പിസ്ത ഗ്രീൻ ഷെയ്ഡ് എല്ലാം കൂടെ ഒത്തു വന്നിരിക്കുന്ന ഒരു സാരി. മാത്രമല്ല ചന്തേരിയിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്ന. കാണുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് ചെറിയ പ്ലേറ്റഡ് ആയിട്ടെല്ലാം നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഈ ആപ്ലിക് വർക്ക് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ആപ്ലിക് വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് ചന്തേരി സിൽക്കാണ്. പിന്നെ സിൽക്കി കോട്ടയിലുള്ള ആപ്ലിക് വർക്കും, അത് രണ്ടും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്കൈ ബ്ലൂ ഷെയ്ഡ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. രണ്ട് സൈഡിലും ഈ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ആപ്ലിക് വർക്ക് വരുന്നത്. ഒരു നെറ്റാണ്. നെറ്റ് പീസ് ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ചന്തേരി സിൽക്കുമാണ്. ഇങ്ങനെ ഈ സൈഡിൽ നമ്മുടെ ഈ പ്ലീറ്റ് എടുക്കുന്ന ഭാഗം വരെ ഈ വർക്ക് വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോർഡറിലാണ് ഈ ആപ്ലിക് വർക്ക് വരുന്നത്. 3369 ഈ സാരി വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് സ്ലീവിൻ്റെ രണ്ട് സ്ലീവിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇനി ഞാൻ വിടർത്തുന്നില്ല കേട്ടോ. ഞാൻ ഒരെണ്ണം വെയർ ചെയ്ത് കാണിച്ചു, ഒരെണ്ണം വിടർത്തിയും കാണിച്ചു. ഇനി ഞാൻ വിടർത്തുന്നില്ല. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കളറും പേസ്റ്റ കളേഴ്സാണ്. അപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമാണ് ഈ കളറും. ഡിസൈൻ എല്ലാം സെയിം, കളറിൽ മാത്രം മാറ്റമുള്ളൂ. ഇതുപോലെ തന്നെ ആപ്ലിക് വർക്ക്. ഇതൊരു ക്രീം ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വല്പം കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെ. ഇതിൻ്റെ ഏത് കളറായാലും നല്ല കളേഴ്സിലെല്ലാം വന്നിരിക്കുന്നത്. സെൽഫായിട്ടുള്ള ആപ്ലിക് വർക്കാണ് വരുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡ്. 3369 ഈ സാരികൾ എല്ലാം വരുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സിൽക്കി കോട്ട. സിൽക്കി കോട്ടയിൽ ആപ്ലിക് വർക്കും. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെ പല്ലു വരുന്നു വിത്ത് ബ്ലൗസ്. ബ്ലൗസ് പീസിൽ ഒരു കോട്ടൺ മെറ്റീരിയലായിട്ട് വന്നിട്ട് അതിൽ എംബ്രോയ്ഡറി വർക്കാണ് വരിക. ലോവർ പോർഷനിൽ ഈ ആപ്ലിക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ സൈഡിൽ എപ്പോഴത്തെയും പോലെ തന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയാണ് ആപ്ലിക് വർക്ക് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ഈ ബോർഡർ വരുന്നു. അതുപോലെ ആപ്ലിക് വർക്കും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2125 ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ. ബാക്കിയെല്ലാം സെയിം, ഡിസൈനിൽ മാത്രം മാറ്റം. രണ്ടും രണ്ട് ഡിസൈനാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ഫ്ലവർ ഇത്. ഇങ്ങനെയാണ് നെക്സ്റ്റ് ഫ്ലവർ. ഇതൊരു പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ആപ്ലിക് വർക്ക് ചെയ്ത സാരിയാണ് കേട്ടോ. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരിക. ഇതൊരു നെറ്റാണ് ഇതിൻ്റെ പല്ലുവിൽ വന്നേക്കണം. ആ നെറ്റിലൂടെ ഈ ആപ്ലിക് വർക്കുകൾ ഇങ്ങനെ ചെയ്തു പോയേക്കണം. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഒരേ ഫ്ലവേഴ്സായിട്ട് വന്നിരിക്കുന്നു. സൈഡ് സ്കാലപ്പ് വർക്കും ചെയ്തു വന്നിരിക്കുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ഈ സ്കാലപ്പ് വർക്ക് വരുന്നത്. അതുപോലെ ഓരോ ആപ്ലിക് വർക്കുകൾ സ്കാറ്റേഡായിട്ട് ബോഡി പാർട്ടിലൂടെ വന്നിട്ടുമുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. 2019 റേറ്റ് വരുന്നത്. ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം ആപ്ലിക് വർക്കുകളാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്പിലാണെന്ന് മാത്രം. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇപ്പോൾ ഞാൻ ആ കാണിച്ച പോലെ തന്നെ ഇതുണ്ടോ, പല്ലു പോർഷനിൽ ഒരു നെറ്റ്, ഇത്രയും ഭാഗത്ത് നെറ്റ് വന്നിരിക്കുന്നു പല്ലു പോർഷനിൽ. അതിൽ ഈ ആപ്ലിക് വർക്കുകൾ വന്നിരിക്കുന്നു. അതുപോലെ സൈഡ് സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഓരോ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്.
സൈഡ് ഫുള്ള് സ്കാലപ്പ് ചെയ്തിരിക്കുന്നു. ഈ ആപ്ലിക് വർക്കുകൾ ലോവർ പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ടും വരുന്നുണ്ട്. രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2019 ആണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ഈ പല്ലുവിൽ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ഈ പല്ലുവിൽ ഇങ്ങനെ നെറ്റ് വന്നിരിക്കുന്നു. ഒരു വെറൈറ്റി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതിൽ ആപ്ലിക് വർക്ക് ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഓരോ ഫ്ലവേഴ്സായിട്ട് വരുന്നു. സൈഡ് സ്കാലപ്പ് വർക്കായിട്ട് വരുന്നു. ഈ ഡിസൈൻ സ്കാറ്റേർഡായിട്ട് ലോവർ പോർഷനിലും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇത് മെറ്റീരിയൽ നമുക്കൊന്ന് വാഷ് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. 2019 ആണ് റേറ്റ് വരുന്നത്. ഇതും സിൽക്കി കോട്ടയാണ് സാരി. നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇതിൽ വരുന്ന ആപ്ലിക് വർക്കുകൾ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ല് വരിക. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഓരോ ഫ്ലവേഴ്സായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതും ആപ്ലിക് വർക്ക് തന്നെ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇങ്ങനെ പല്ലു വരുന്നു. ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തും ഇങ്ങനെ തന്നെ ആപ്ലിക് വർക്കുകൾ വരുന്നു. ഈ സൈഡിലും ഈ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2735 ഇത് വന്നിരിക്കുന്നത്. ഇതും ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡിൽ. ഇതിൻ്റെ ഫ്ലവറിൽ വന്ന ഡിഫറൻസ് ഉള്ളൂ. റേറ്റ് എല്ലാം ഇതിൻ്റെ 2735 തന്നെ വന്നിരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം. ഇതിൻ്റെ ഫ്ലവർ മാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. പക്ഷേ അത് ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ബോഡി പാർട്ടിൽ വരുന്നുമുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഒരേ ഫ്ലവറായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിലേക്ക് വരുന്നതും. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വന്നിരിക്കുന്നു. ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്ന ആപ്ലിക് വർക്കുകൾ. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഓരോ ഫ്ലവേഴ്സായിട്ട് വരുന്നു. അതുപോലെ സ്കാലപ്പ് വർക്കുമായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യാതെ സെൽഫ് ഷെയ്ഡ് തന്നെ സ്വല്പം കൂടെ ഡാർക്കായിട്ടുള്ള ആപ്ലിക് വർക്കുകൾ. അതുതന്നെയാണ് ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. വേറൊരു കളറല്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയും വരുന്നുണ്ട് നമ്മൾ വെയർ ചെയ്യുമ്പോഴും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2735 തന്നെയാണ്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. വെയ്റ്റ്ലെസ് ആണ് ഈ സാരിയും. സിൽക്കി കോട്ടയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് 2 മെറ്റീരിയലിൽ ആപ്ലിക് വർക്കുകളാണ്. വിലയിലും ഡിഫറൻസ് ഉണ്ട്, മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ആപ്ലിക് വർക്കുമാണ്, പക്ഷേ അത് ഡിഫറൻറ്റ് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.